ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ പിടികൂടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്ത വാർത്തയ്ക്കായാണ്. ആ കാത്തിരിപ്പ് ഉടൻ നടക്കുമോ? ആ കാത്തിരിപ്പിന് ഉടൻ വിരാമം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. എന്തായാലും സൈന്യം അവരുടെ ഈ തിരച്ചിൽ സംഘം അവരുടെ വളരെ തൊട്ടടുത്തെത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ തുറന്നു പറയാൻ നിർവാഹമില്ല. മാധ്യമങ്ങളെല്ലാം പൊതുവെ ഇക്കാര്യത്തിൽ വളരെ പക്വതയാർന്ന, വളരെ സംയമനത്തോടെയുള്ള റിപ്പോർട്ടിംഗാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്യൂറോ, ഈ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, അതുപോലെ PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഈ സംഘർഷത്തിൻ്റെയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടലുകളെയും നയതന്ത്ര തലത്തിലായാലും അല്ലാതെയുള്ള ഗ്രൗണ്ടിലായാലും ഉള്ള ഇടപെടലുകളും ഒക്കെ സൈന്യത്തിൻ്റെ നീക്കം ഒക്കെ വളരെ സംയമനത്തോടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് പരിപൂർണമായിട്ടും പങ്കുവയ്ക്കുക എളുപ്പമല്ല. എങ്കിലും ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. ഏതാണ്ട് അവരുടെ തൊട്ടടുത്ത് തന്നെ തിരച്ചിൽ സംഘം എത്തിയിരിക്കുകയാണ്. അവർ വളയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് ഇവർ വന്നതും ഇവിടെ തമ്പടിച്ചതും ഒക്കെ വളരെ കൃത്യമായിട്ട് NIAയ്ക്കും നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഏജൻസികൾക്കും ഒക്കെ മനസ്സിലായി. ഇവർ ഏതാണ്ട് ദിവസങ്ങൾക്കല്ല ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് നുഴഞ്ഞു കയറുകയും വളരെ കൃത്യമായിട്ട്, വളരെ രഹസ്യമായിട്ട് അവർക്ക് ആയുധങ്ങൾ സ്പോട്ടിൽ, ഈ സംഭവം നടന്ന സ്ഥലത്തിന് സമീപത്ത് എത്തിക്കുകയും ചെയ്തു. ഇതിന് ചില പ്രാദേശിക സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം, ഇത് പല ടീമുകളായിട്ട് തിരിഞ്ഞാണ് ഈ അന്വേഷണം നടത്തിയത്. നമുക്കറിയാം, ഇപ്പോൾ പഴയ രാജീവ് ഗാന്ധി വധക്കേസിലും ഒക്കെ വിവിധ ടീമുകളായിട്ട് തിരിഞ്ഞാണ് അന്വേഷിച്ചത് ഈ സംയുക്ത ഇൻവെസ്റ്റിഗേഷൻ ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും ഈ NIAയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പല തട്ടുകളായിട്ട് തിരിഞ്ഞ്, പല സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഈ പ്രാദേശിക സഹായം ചെയ്ത ആൾക്കാരെ വളരെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തു, അവരെ പിടിച്ചു, തെളിവ് സഹിതം അവരെ പിടിച്ചു. അങ്ങനെയാണ് ഈ ആയുധങ്ങൾ എങ്ങനെ എത്തിച്ചെന്നും ഇവർ എന്ന് ഇവിടേക്ക് നുഴഞ്ഞു കയറിയെന്നും ഈ സംഘത്തിൽ എത്ര പേരുണ്ട് എന്നും ഒക്കെയുള്ള കൃത്യമായ വിവരം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. അപ്പം നമ്മൾ ആദ്യം തുടക്കം തൊട്ടേ 3ഉം 2ഉം 5 പേർ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്കത് 7 പേരെന്നുള്ള ഒരു കണക്ക് കേട്ടു. എന്തായാലും ഒരു പാക് സൈന്യത്തിൽ കമാൻഡറായിരുന്ന, ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന, പിന്നെ കമാൻഡോ പരിശീലനം സിദ്ധിച്ച ഈ പറയുന്ന ഭീകര സംഘടനയുടെ LET, ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡറായിരിക്കുന്ന വ്യക്തി ഹാഷിം മൂസയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അത് 4 പേര് പാക് പൗരന്മാരാണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ വേണമെങ്കിൽ ദിവസങ്ങളോളം വനത്തിനുള്ളിൽ കഴിയും, പട്ടിണി കിടക്കും, വെള്ളം മാത്രം കുടിച്ച് ജീവിക്കും, ഏത് തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയെയും അവർ അതിജീവിക്കും. അങ്ങനെയുള്ള പരിശീലനം സിദ്ധിച്ച ആൾക്കാരാണ് ഈ 4 പേരും. അതിൽ ഹാഷിം മൂസ സംഘത്തലവൻ പ്രത്യേകിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അവരെ ആദ്യം, ഈ സംഭവം കഴിഞ്ഞ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഹഫ്നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്, ഒരു ഗ്രാമത്തിൽ. ഇത് ഈ അനന്തനാഗ് ജില്ലയിൽ ഉൾപ്പെടുന്ന തെക്കൻ കാശ്മീരാണ് സ്ഥലം എന്ന് നമുക്ക് ഏതാണ്ട് നിർണ്ണയിക്കാം. അവിടെ ഒരു വനമേഖലയിൽ, ഈ ഹഫ്നഗർ എന്ന് പറയുന്ന വനമേഖലയിൽ ഇവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തെരച്ചിൽ സംഘം അവിടെ എത്തുന്നു. ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഹഫ്നഗറിൽ നിന്ന് അവർ നേരെ പോയത് പിന്നീട് ട്രാൾ എന്ന് പറയുന്ന ഈ ത്രാലിൽ വെച്ചിട്ട് ഇവർ ചില ഗ്രാമീണരെ സമീപിക്കുകയും ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഭയന്ന്, ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ, കാരണം ഇവർ ആയുധധാരികളാണല്ലോ, അങ്ങനെയുള്ള അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഇവർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായപ്പോഴത്തേക്കും സൈന്യം അവിടെ എത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അവിടുന്ന് രക്ഷപ്പെട്ടു. അവരവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നീട് പോയത് കുൽഗാമിലാണ്. ഇവരെ പിന്തുടർന്നെത്തിയ സൈന്യത്തിന് നേരെ കുൽഗാമിൽ വെച്ചൊരു വെടിവയ്പുണ്ടായി എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ തുടക്കത്തിൽ തന്നെ ഈ വാർത്തകൾ പലതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൊട്ടും തൊടാതെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ
നമ്മുടെ ഔദ്യോഗികമായി തന്നെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ കുൽഗാമിൽ വെച്ച് ചെറിയ തോതിൽ വെടിവെപ്പുണ്ടാകുകയും അവർ ഉൾക്കാട്ടിലേക്ക് വലിയുകയും ചെയ്തു. സൈന്യം പുറകെ പോയിരിക്കുകയാണ്. എന്തായാലും അവരെ കൃത്യമായിട്ട് വളഞ്ഞിട്ടുണ്ട്. അവർ ജീവനോടെ അവരെ പിടികൂടണം എന്നുള്ളതാണ് സൈന്യത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ തെരച്ചിൽ സംഘം കൃത്യമായിട്ടും ഇവരെ ജീവനോടെ പിടികൂടാനുള്ള കഠിന പരിശ്രമത്തിലാണ്. കാരണം ഈ ജീവനോട് നമുക്ക് അറിയാം, മുംബൈ ഭീകരാക്രമണത്തിലെ ഏക ആ ആക്രമണത്തിൽ പങ്കെടുത്ത 10 പേരിൽ ജീവനോട് അവശേഷിച്ചത് ഒരേ ഒരാളാണ്, അജ്മൽ കസബ്. അജ്മൽ കസബിനെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ ആർക്കാണ് പങ്ക് എന്ന് തെളിയിക്കാൻ പറ്റി. ഇപ്പോൾ അതുകൊണ്ട് കൂടിയാണ്, ആ ഒരു നേട്ടമാണ് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ നമ്മളെ സഹായിച്ചത്. കൃത്യമായിട്ട് അമേരിക്കൻ കോടതികളിൽ നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചു. അജ്മൽ കസബിൻ്റെ മൊഴിയടക്കം അയാൾ കൊടുക്കുന്ന മൊഴിയുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുത്തതുകൊണ്ടാണ് എല്ലാ കോടതിയിലും നമ്മൾ കേസ് ജയിച്ചത്. ഇവിടെയും അതുപോലെ ഈ ഹാഷിം മൂസയെ ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ് ഈ തെരച്ചിൽ സംഘത്തിനും സൈന്യത്തിനും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എനിക്ക് തോന്നുന്നു മറ്റെന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, മറ്റെന്തെങ്കിലും ഒരു നീക്കം നമ്മുടെ രാജ്യത്തു നിന്ന് ഇനി ഉണ്ടാകണമെങ്കിൽ ഇവർ പിടിയിലാകണം. ഇവർ പിടിയിലായതിനു ശേഷം മാത്രമേ, നമ്മൾ പണ്ട് ഉറിയിലും ബലാക്കോട്ടിലും ഒക്കെ നമ്മൾ കണ്ടതാണ്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണം പോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒന്ന് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ 4 സംഘം പിടിയിലാകണം. അതിനു വേണ്ടിയിട്ടുള്ള കൊടിയ പരിശ്രമത്തിലാണ്, അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മുടെ സൈന്യം. എന്തായാലും ഈ 4 പേരെയും കിട്ടിയാൽ അവർക്ക് ഇപ്പോൾ നടന്നിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ കൃത്യമായി തന്നെ ഈ ഗ്രാമീണരുടെ ഒരു പിന്തുണ ലഭിക്കുന്നതായി സംശയമില്ലേ? തീർച്ചയായിട്ടും ആ സംശയമാണല്ലോ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് അടച്ചത്. 15 പേര് അറസ്റ്റിലാണ്. വളരെ കൃത്യമായിട്ട് ആ നെറ്റ്വർക്ക് നമുക്ക് പൊളിക്കാൻ സാധിച്ചു. അന്വേഷണ ഏജൻസികൾ അവർക്ക് സഹായം കിട്ടുന്ന എല്ലാ മേഖലകളും അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും അടച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ഏറ്റുമുട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അത് നമ്മൾ അതിലേക്ക് താമസിയാതെ തന്നെ അക്കാര്യത്തിൽ ഒരു ശുഭവാർത്ത നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ മറ്റൊരു വശത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് ഈ പറയുന്ന ഈ കാശ്മീരിലെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ ഒരർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ പ്രദേശവാസികൾക്ക് കൂടുതലായിട്ട് പുറത്തിറങ്ങി ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല, ഇവരെ സഹായിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. കാരണം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭാഗികമായ നിരോധനാജ്ഞ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് സൈന്യം ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും, കാരണം എന്തെങ്കിലും തൊഴിലുണ്ടെങ്കിലല്ലേ പുറത്തിറങ്ങി നടക്കേണ്ടത്. ഇത് വീട്ടിന് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമില്ല. മാത്രമല്ല ഈ ആക്രമണത്തിനെ തുടർന്നുള്ള അന്വേഷണവും കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് അനാവശ്യമായി നമ്മൾ പുറത്തിറങ്ങി മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകണ്ട എന്ന ഒരു തീരുമാനം അവരും എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കൃത്യമായിട്ടും ഈ പുറത്തിറങ്ങി ഇവരെ സഹായിക്കാൻ സാധ്യതയുള്ള എല്ലാ കേന്ദ്രങ്ങളെയും നമുക്ക് സീല് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് അതെല്ലാം പൂട്ടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ആ ശുഭവാർത്ത നമ്മളിലേക്ക് എത്തും. ഈ 4 പേരും ജീവനോടെയോ അല്ലാതെയോ പിടിയിലായി എന്ന വാർത്തയ്ക്കാണ് രാജ്യം മുഴുവനും കാതോർത്തിരിക്കുന്നത്.